Hi students, welcome to Learnino. ഇന്ന് പവർ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The following statements refer to the conditions for successful turn on of an SCR when given a single triggering pulse when the SCR is connected to an RL load. First point, SCR should be forward biased. Second one, SCR should be reverse biased. Third one, the gate pulse should be applied across gate and cathode. Fourth one, the gate pulse should be applied across gate and anode. Anjamate, the gate pulse should be present for a minimum time such that the anode current reaches the latching current within that time. Aramate, gate pulse should be present for a minimum time such that the anode current reaches the holding current within that time. Choose a correct combination of the statements. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കൂ. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ SCRന്റെ ടേൺ ഓണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിംഗിൾ ട്രിഗറിംഗ് പൾസ് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള ടേൺ ഓണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് SCR ഒരു RL ലോഡുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലെന്താ ആദ്യത്തെ കണ്ടീഷൻ? SCR ഫോർവേഡ് ബയസ്ഡിൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ SCR റിവേഴ്സ് ബയസ്ഡിൽ ആയിരിക്കണം. മൂന്നാമത്തത് ഗേറ്റ് പൾസ് നമ്മൾ ഗേറ്റിനും കാത്തോഡിനും അക്രോസ് ആണ് കൊടുക്കുന്നത്. നാലാമത്തത് ഗേറ്റ് പൾസ് നമ്മൾ ഗേറ്റിനും ആനോഡിനും അക്രോസ് ആണ് കൊടുക്കേണ്ടത്. അഞ്ചാമത്തതില് SCR should be present for a minimum time such that the anode current reaches the latching current within that time. അപ്പോൾ ഗേറ്റ് പൾസ് ഒരു മിനിമം ടൈമിൽ പ്രസന്റ് ആയിരിക്കണം. സച്ച് ദാറ്റ് എന്താ കണ്ടീഷൻ? ആനോഡ് കറന്റ് ഒരു ലാച്ചിങ് കറന്റ് വരെ എത്തുന്നവരെ, റീച്ചസ് ദ ലാച്ചിങ് കറന്റ്, ആ ടൈമിനുള്ളിൽ ലാച്ചിങ് കറന്റ് എത്തുന്നവരേക്കും ഗേറ്റ് പൾസ് പ്രസന്റ് ആയിരിക്കണം എന്നാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. ആറാമത്തെ പോയിന്റിൽ എന്താ? ഈ ആനോഡ് കറന്റ് ഹോൾഡിംഗ് കറന്റ് എത്തുന്നവരേക്കും ഗേറ്റ് പൾസ് പ്രസന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഉത്തരം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ആ ടേൺ ഓൺ പ്രോസസ്സ് ഫുൾ ആയിട്ട് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ എന്തൊക്കെ ഒരു SCR ടേൺ ഓൺ കണ്ടീഷനിൽ ഉള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത്, എപ്പോഴും നമ്മൾ ടേൺ ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം SCR ഫോർവേഡ് ബയസ് കണ്ടീഷനിലായിരിക്കണം അല്ലെ. അപ്പൊ ദി ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തത് ഓപ്ഷൻ 2 അപ്പോ തെറ്റാണ്. ഇനി മൂന്നാമത്തെ കേസ്, ഗേറ്റ് പൾസ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ഏതിന് അക്രോസ് ആണ്? ഗേറ്റിന് കാത്തോഡിന് അക്രോസ് ആണ്. അപ്പൊ അത് ശരിയാണ്. സോ അടുത്തത് റോങ് ആണ്. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ ടേൺ ഓണുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന മിനിമം കറന്റ് ഏതാണ്? മിനിമം കറന്റ് എന്ന് പറയുന്നത് ലാച്ചിങ് കറന്റ് ആണ്. ഹോൾഡിംഗ് കറന്റ് എന്ന് പറയുന്നത് ടേൺ ഓഫുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുന്നതാണ്. ഹോൾഡിംഗ് കറന്റിന് താഴെ പോയാൽ മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാൻ പറ്റുക. ലാച്ചിങ് കറന്റിന് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ലാച്ചിങ് കറന്റ് എന്ന മിനിമം കറന്റ് എത്തിയാൽ മാത്രമേ നമുക്ക് ടേൺ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് തിയറിയിൽ അല്ലെ. സോ ഇവിടെ ആനോഡ് കറന്റ് ഷുഡ് റീച്ച് ദ ലാച്ചിങ് കറന്റ് ആണ്, കാരണം ഇതൊരു ടേൺ ഓൺ പ്രോസസ് ആണ്. സോ അടുത്തതും തെറ്റാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ കറക്റ്റ്? ഓപ്ഷൻ 1 is correct, ഓപ്ഷൻ 3 is correct and ഓപ്ഷൻ 5 is correct. So the option D is the correct answer. Next question. A single phase fully controlled converter feeding an RL load with back EMF E. Back EMF is E is equal to 150 volt with single phase AC source with RMS voltage 230 volt and 50 hertz as input. If the load is such that the current in the load is discontinuous, what will be the voltage across the load terminals during the period of discontinuity? Students, ഇവിടെ നോക്കൂ, ഇവിടെ ഒരുപാട് ടേംസ് നമുക്ക് കൊടുത്തിട്ടുണ്ടല്ലേ. ആദ്യം ഈ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടതാ? സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടറുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടറുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സോ ഹിയർ സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തൈറിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 4 തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ കൊടുത്തിരിക്കുന്ന ലോഡ് ഏതാണ്? RL ലോഡ് ഉണ്ട്, ഒരു ബാക്ക് EMF പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫലത്തിൽ നമുക്ക് ഇവിടെ RLE ലോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇൻ എഫക്ട് വി ആർ ഹാവിംഗ് an RLE ലോഡ് ഹിയർ. നമ്മുടെ ഇൻപുട്ട് എങ്ങനെയാ? സിംഗിൾ ഫേസ് AC സോഴ്സ് ആണ്. RMS വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ടും ഫ്രീക്വൻസി 50 ഹെർട്സും എന്ന് തന്നിട്ടുണ്ട്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ നോക്കൂ. ഇഫ് ദ ലോഡ് ഈസ് സച്ച് ദാറ്റ് ദ കറന്റ് ഇൻ ദ ലോഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഇപ്പൊ ലോഡ് കറന്റ് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന കേസിൽ
നമ്മുടെ ലോഡ് ടെർമിനൽസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഒന്നുകൂടി പറയാം, ലോഡ് കറന്റ് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന കേസിൽ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് ടെർമിനൽസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും, ഒരു RLE ലോഡാണ് അല്ലെ, റെസിസ്റ്റൻസ് ഉണ്ടാകും, ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാകും. Here I am having a resistance, inductance ഉണ്ട്, ഒരു EMF ഉണ്ട്, ഒരു ബാക്ക് EMF ഉണ്ട്. So here I am having R, L and E ഉണ്ട്. ഓക്കെ, അപ്പൊ കറണ്ട് ഇൻ ദ ലോഡ് ഡിസ്കണ്ടിന്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള കറണ്ട് അല്ലെ, ഇവിടെ വരുന്ന ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഈ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ഉണ്ടാകുമോ? ഉണ്ടാകില്ല. ഇൻഡക്റ്റൻസിൽ ഡ്രോപ്പ് ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അപ്പൊ മൊത്തത്തിൽ കറണ്ട് 0 ആകുന്ന കേസിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ആൻ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും അല്ലെ, ഇറ്റ് വിൽ ബി ആൻ ഓപ്പൺ സർക്യൂട്ട് കേസ് പോലെ ആകും ഇൻ എഫക്റ്റിൽ. അപ്പൊ നോക്കൂ, ആ ഒരു കേസിൽ ഈ നമ്മുടെ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഏതാണ്? അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് E ആണ്. ബാക്ക് EMF E ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോഡ് വോൾട്ടേജ്. ആ കേസിൽ പീരീഡ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ ഈയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 150 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ അവർ ആൻസർ ഈസ് C, 150 വോൾട്ട്. The configuration of a three-phase half-controlled converter has. അപ്പൊ നോക്കൂ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് 3 phase ആണ് ഹാഫ് കൺട്രോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വരയ്ക്കാം? നമുക്ക് എത്ര തൈറിസ്റ്റേഴ്സ് ഉണ്ടാവും? ഇവിടെ ഒരു തൈറിസ്റ്റർ ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ വരുന്നത് ഡയോഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ലിംബിലും വി ആർ ഹാവിംഗ് വൺ തൈറിസ്റ്റർ, then the second one will be diode. അടുത്ത ലിംബിലും വരുന്നത് ഒരു തൈറസ്റ്റർ ഉണ്ടാകും, സെക്കൻഡ് വൺ വിൽ ബി ഡയോഡ് ആയിരിക്കും. ഓക്കെ, ഞാനതൊരു R ലോഡ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇസ് ആൻ R ലോഡ്. ദിസ് ഇസ് ഡയോഡ് തൈറിസ്റ്റർ 1, തൈറിസ്റ്റർ 3 and 5, 1, 3, 5 എന്ന് ഞാൻ നമ്പർ ചെയ്യാണ്. ആൻഡ് ഹിയർ ഐ എം ഹാവിംഗ് ഡയോഡ് 1, ഡയോഡ് 2 ആൻഡ് ഡയോഡ് 3 എന്ന് നമ്പർ ചെയ്യാം. ഓക്കെ, 3 phase ആയതുകൊണ്ട് ഫസ്റ്റ് വൺ A, second one is B and third one is 3 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കൂ, 3 phase half control converter എത്ര തൈറിസ്റ്റേഴ്സ് ഉണ്ട്? 3 തൈറിസ്റ്റർ ഉണ്ട്, 3 ഡയോഡ് ഉണ്ട് അല്ലേ. സോ I am having the answer as 3 SCRs and 3 diodes. A 3 phase fully controlled converter was operating with RL load and continuous load current. The firing angle alpha is equal to 60 degree. During a repair, engineers replaced the 3 thyristors in the bottom side of the converter bridge with diodes. What change in average output voltage will be observed with the same firing angle? Okay, question നോക്കൂ, question related to 3 phase fully controlled converter ആണ്. അപ്പൊ ആ 3 fully controlled converter എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം 6 SCRs നമ്മുടെ ഫിഗറിൽ ഉണ്ട്. ഓക്കെ, അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? RL ലോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഇവിടെ കുറച്ച് കൂടുതലായിരിക്കും, ഹൈ ഇൻഡക്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ലോഡ് കറന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഫയറിംഗ് ആംഗിൾ എത്ര തന്നിരിക്കുന്നത്? ആൽഫ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. ഒരു റിപ്പയർ ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയേഴ്സ് എന്താ ചെയ്തത്? ആ സിസ്റ്റത്തിന്റെ അവരെ നമുക്ക് മുകളില് 6 തൈറിസ്റ്ററും താഴത്ത് 6 തൈറിസ്റ്ററും ഉണ്ടായിരുന്ന ആ കോൺഫിഗറേഷന്റെ ആ കൺവേർട്ടർ ബ്രിഡ്ജിന്റെ T462 എന്ന തൈറിസ്റ്റേഴ്സിനെ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ഡയോഡ്സ് അറിയാതെ അവർ കണക്ട് ചെയ്തു. ആ കേസിൽ അതിന്റെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുക, അല്ലെങ്കിൽ പുതിയ ആവറേജ് വോൾട്ടേജ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ഫയറിംഗ് ആംഗിൾ മാറിയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, സെയിം ഫയറിംഗ് ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. കേസ് നമ്പർ 1, ഒരു 3 phase fully controlled converter. 3 phase fully controlled converter ഞാനിവിടെ വരയ്ക്കാം. ഫസ്റ്റ് വൺ 3 phase fully controlled converter എങ്ങനെയായിരിക്കും നോക്കൂ. ഇവിടെ ഒരു തൈറിസ്റ്റർ ഉണ്ടാവും, ഇവിടെ വേറെ ഒരു തൈറിസ്റ്റർ ഉണ്ടാവും. Here I am having a thyristor, ഇവിടെ വേറെ ഒരു തൈറിസ്റ്റർ ഉണ്ട്. This is a thyristor. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മുടെ കൺവേർട്ടർ ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു RL ലോഡ് ഉണ്ട്,
ദിസ് ഈസ് ആർ, ഇവിടെ എൽ, ആർ എൽ ലോഡ് ഉണ്ടായിരുന്നു. 3 phase ആയതുകൊണ്ട് 1, 2 and this is 3 ആണ് വരിക. എ ബി സി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ നമ്പർ കൊടുക്കാം? ഇത് ആദ്യത്തെ തൈറിസ്റ്റർ ആണ്, ഇത് രണ്ടാമത്തെ 1, 3, 5 and this is 2, this is 4 and 6 എന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്ത് ഈ 2, 4, 6 എന്ന തൈറിസ്റ്റേഴ്സ് 2, 4, 6 എന്ന തൈറിസ്റ്റേഴ്സിനെ എന്താക്കി മാറ്റി? ഡയോഡ് ആക്കിയിട്ട് മാറ്റി. ഓക്കെ, ഡയോഡ് 2, ഡയോഡ് 4 ആൻഡ് ഡയോഡ് 6 ആക്കി മാറ്റി. അപ്പൊ ആദ്യത്തെ കേസ് നോക്കാം. 3 phase ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ. കാരണം 6 SCRs ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ഒരു ലെങ്തി പ്രൂഫ് ആണ്. ആ പ്രൂഫിലൂടെ നമുക്ക് എന്ത് കിട്ടും? ദി ഔട്ട്പുട്ട് വോൾട്ടേജ്, ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ തിയറി പോർഷൻ നോക്കുക. അതില് നമ്മൾ ഗ്രാഫ് ഒക്കെ എടുത്ത് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഗ്രാഫ് വരച്ച്, ഔട്ട്പുട്ട് കറണ്ടിന്റെ വരച്ച്, അതിന്റെ ആവറേജ് വാല്യൂ ഒക്കെ കണ്ട് ബൈ ഇന്റഗ്രേഷനിലൂടെ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് അവസാനം എന്ത് കിട്ടും? ഈ ഒരു കേസിൽ കണ്ടിന്യൂസ് കറണ്ടിന്റെ കേസിൽ ഔട്ട്പുട്ട് ആവറേജ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3 into VML cos alpha, cos of firing angle whole divided by pi ആയിരിക്കും കിട്ടുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ പൈ ആണ്. അതുപോലെ തന്നെ 3 phase ഹാഫ് കൺട്രോളിന്റെ കേസിൽ, ഹാഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ 3 തൈറിസ്റ്റേഴ്സും 3 ഡയോഡ്സും ഉള്ള കേസിൽ നമ്മുടെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് will be equal to 3 VML by pi ന് പകരം ഇവിടെ 2 pi ആയിരിക്കും. 2 pi ബ്രാക്കറ്റില് 1 plus cos alpha ആയിരിക്കും. ഓക്കെ, ഫുള്ളി കൺട്രോളിന്റെ കേസിൽ 3 VML cos alpha by pi ആയിരുന്നു. 3 VML cos alpha by pi ആയിരുന്നു. ഇതിന്റെ കേസിലാണെങ്കിൽ 3 VML by 2 pi into 1 plus cos alpha ആയിരിക്കും. ഓക്കെ, so let me consider this as the first equation and ഇത് second equation. ഇവിടെ ഞാൻ എഴുതാം. അപ്പൊ നമുക്ക് വേണ്ടത് V0 ആവറേജ്, ഇത് ഞാൻ V0 ആവറേജ് ഡാഷ് എന്നിടാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട V0 ആവറേജ് ഡാഷും V0 ആവറേജും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ V0 ഡാഷ് ബൈ V0 is equal to എത്ര കിട്ടുക? V0 ഡാഷ് is equal to 3/2 ആണ്. 1.5 1 plus cos alpha, so cos 60, alpha is equal to 60 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? cos 60 is equal to cos 60 30 60 and 90, 1 is to √3 is to 2 ആയിരിക്കും വരിക. So cos 60 എന്ന് പറയുമ്പോൾ 1/2, cos 60 is equal to 1/2 ആയിരിക്കും വരുന്നത്. ഓക്കെ, so it's 1/2. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ആംഗിൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ we will get V0 dash is equal to 2.25 VML by pi and V0 will be equal to 1.5 VML by pi ആയിരിക്കും വരുന്നത്. Okay, so we will be having V0 dash by V0 is equal to 2.25 VML by pi divided by 1.5 VML by pi ആണ്. So അതിന്റെ റേഷ്യോ എന്തായിരിക്കും? The ratio will be 1.5 ആയിരിക്കും. Ratio will be 1.5. So this is my third part, and in my fourth part I can write പുതിയ വോൾട്ടേജ് V0 dash is equal to it's 1.5 times the old average voltage. So the relation V0 is 1.5 times the previous output ആയിരിക്കും. So the answer is B. Which of the following statements is correct with reference to a voltage source inverter? അപ്പൊ നോക്കൂ, ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സോഴ്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഇൻവെർട്ടർ എന്താ യൂഷ്വലി ചെയ്യുക? ഇൻവെർട്ടർ യൂഷ്വലി എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ കൺവേർട്സ് DC to AC ആണ് അല്ലെ? DC to AC. ഇവിടെ ഏതാ നമ്മൾ കൺവേർട്ട്, ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്? വോൾട്ടേജുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങനെ നോക്കാം. ഇതൊരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണെന്ന് വിചാരിക്കൂ. ഇതൊരു ഇൻപുട്ട് DC വോൾട്ടേജ് ആണ് അല്ലെ? ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺവേർട്സ് DC to AC ആണ്. സോ ഇവിടെ വോൾട്ടേജ് ആയതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് VDC
ഈസ് ടു ബി കൺവേർട്ടഡ് ടു ഒരു R ലോഡ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. ഇവിടെയുള്ള ഇതെന്ന് പറയുന്നത് V0 AC ആണ്. സോ DC വോൾട്ടേജിനെ നമ്മൾ ഔട്ട്പുട്ട് AC ആയിട്ട് വേണം ഇവിടെ കൺവേർട്ട് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ DC വോൾട്ടേജും DC കറണ്ടും എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ DC വോൾട്ടേജ് നോക്കൂ, ഒരു സിംഗിൾ ഫേസ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ DC വോൾട്ടേജ് ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഗ്രാഫ് വരുന്നത് അല്ലെ. ഒരു പ്ലസ് VDC എന്ന രീതിയിലായിരിക്കും DC വോൾട്ടേജ് പോകുന്നത്. സോ ഇൻപുട്ട് DC വോൾട്ടേജ് എന്തായിരിക്കും? യൂണിപോളർ ആയിരിക്കും. യൂണിപോളർ. കാരണം നമുക്ക് ഇവിടെ ഒന്നുമില്ലെങ്കിൽ 0 to plus VDC മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 0 to minus VDC മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് യൂണിപോളർ. ബൈപോളർ പറഞ്ഞാൽ എന്താ? നമ്മുടെ സിഗ്നല് -VDC-യിൽ നിന്ന് +VDC-ലോട്ട് മൂവ് ചെയ്യുമ്പോൾ രണ്ട് പൊളാരിറ്റി ഉണ്ട് അല്ലെ. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ബൈപോളർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇൻപുട്ട് സൈഡ് കഴിഞ്ഞു. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? DC കറണ്ടിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. DC കറണ്ട് എങ്ങനെയായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ നോക്കൂ. DC കറണ്ട് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറുടെ ആക്ഷൻ അനുസരിച്ചിട്ട് the output current can be the output or the input current can take both the directions ആണ് അല്ലെ. ഇവിടെ നോക്കൂ, ഔട്ട്പുട്ട് കറണ്ടിന് രണ്ട് ഡയറക്ഷൻസും എടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ DC കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? DC കറണ്ട് will be ബൈപോളർ ആയിരിക്കും. കാരണം ഇവിടെ നമുക്ക് -I-യിൽ നിന്നിട്ട് +I വരെ +I-ലോട്ട് അത് റേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ വേരിയേഷൻ രണ്ട് പൊളാരിറ്റി കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ പറയാവുന്ന എന്താ? our input will be unipolar, the DC voltage is unipolar ആണ്, and the DC current could be bipolar എന്നാണ്. അവിടെ could എന്ന വാക്കിട്ട് ശ്രദ്ധിക്കണം. it is dependent on the load ആണ്. നമ്മുടെ ലോഡ് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിന് ചേഞ്ച് വരുന്നത്. ഇവിടെ ഒരു ഇൻഡക്റ്റീവ് ലോഡ് ആണെന്ന് വിചാരിക്കും. here we are taking an inductive load ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എന്തായിരിക്കും? it will be bipolar ആയിരിക്കും. കാരണം ഇൻഡക്റ്റൻസ് എങ്ങനെയാണ്? എനർജി സ്റ്റോർ ചെയ്യുന്ന കണ്ടീഷൻ ആണോ? ഇൻഡക്റ്റൻസ് ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കണ്ടീഷൻ ആണ്. അതിനനുസരിച്ചിട്ട് DC കറണ്ട് വിൽ ബി ബൈപോളർ ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ്, ഇറ്റ് കുഡ് ബി ഡിപ്പെൻഡിങ് ഓൺ ലോഡ്, the DC current can be bipolar. സോ ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ ഇൻപുട്ട് DC വോൾട്ടേജ് ഉണ്ട്, നമ്മുടെ ഔട്ട്പുട്ട് സൈഡിൽ AC വോൾട്ടേജ് ആണ്. ബിക്കോസ് ഇറ്റ്സ് ആൻ ഇൻവെർട്ടർ. ഔട്ട്പുട്ട് സൈഡിൽ ഐ ആം കൺസിഡറിങ് ആൻ ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ VDC എന്ന് പറയുമ്പോൾ സിംഗിൾ പൊളാരിറ്റി ആയിരിക്കും. സോ ഇറ്റ്സ് കോൾഡ് ആസ് യൂണിപോളർ ആണ്. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലും ആ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ കഴിയും. So it will be changing its value from -I to +I. So we can consider the DC current as bipolar. The output RMS voltage of a single phase bridge inverter with the square wave output requirement can be varied with. ഒരു സിംഗിൾ ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ ഔട്ട്പുട്ട് നമുക്ക് സ്ക്വയർ വേവ് കിട്ടണം. ആ കേസിൽ അതിന്റെ ഔട്ട്പുട്ട് RMS വേറെ ഏത് ടേം വേരി ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് RMSനെ വേരി ചെയ്യാം എന്നാണ് ചോദ്യം. ഒന്നുകൂടി പറയാം. A single phase inverter with the square wave output requirement. Square wave output വേണം അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ആ കേസിൽ ഏത് ടേം വേരി ചെയ്യുന്നതിലൂടെ അതിന്റെ ഔട്ട്പുട്ട് RMS വോൾട്ടേജ് വേരി ചെയ്യാൻ കഴിയും എന്നാണ് ചോദ്യം. അപ്പൊ യൂഷ്വലി നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറുടെ ഔട്ട്പുട്ട് can be varied by two methods ആണ്. output voltage can be varied with two methods. One എന്ന് പറയുമ്പോൾ PWM pulse width modulation മെത്തേഡിലൂടെ അതിന്റെ പൾസിന്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് വേരി ചെയ്യാം. രണ്ടാമത്തത് ഇൻപുട്ട് DC ലിങ്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ ഔട്ട്പുട്ട് V0 can be adjusted. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ആണ്, വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ്, ബ്രിഡ്ജ് ഇൻവെർട്ടർ ആണ്.
നമ്മുടെ ഔട്ട്പുട്ട് ഷുഡ് ബി എന്തായിരിക്കണം, സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു. സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് റിക്വയർമെന്റിന്റെ കേസിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവിടെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഈസ് നോട്ട് പോസിബിൾ. സോ ഫോർ എ സ്ക്വയർ വേവ് ഇൻവെർട്ടർ, ഒരു സ്ക്വയർ വേവ് ഇൻവെർട്ടറിന്റെ കേസിൽ ഇൻവെർട്ടർ എസ്പെഷ്യലി 180 ഡിഗ്രി കണ്ടക്ഷൻ മോഡില് PWM പറ്റില്ല, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ മെത്തേഡ് നമുക്ക് പറ്റില്ല. സോ ദ ഓൺലി മെത്തേഡ് ഈസ് ടു അഡ്ജസ്റ്റ് ദ DC link voltage. So our answer is variation of DC voltage only. A single phase full bridge voltage source inverter with a DC link voltage of 100 voltage is modulated using unipolar SPWM, sinusoidal PWM. The switching frequency is 5 kHz. The load impedance of the fundamental frequency എന്ന് പറയുന്നത് 10 ohm ആണ്. The triangular carrier used for the modulation has an amplitude of 4 volt and the reference sine wave has an amplitude of 3 volt. What is the amplitude of the fundamental component of load current? അപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. DC ലിങ്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 വോൾട്ട്. അത് ഒരു യൂണിപോളാർ സൈനുസോയ്ഡൽ PWM യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്വിച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 kHz ആണ്. ലോഡ് ഇംപെഡൻസ്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉള്ള ലോഡ് ഇംപെഡൻസ് എന്ന് പറയുന്നത് 10 ohm ആണ്. ട്രയാങ്കുലർ കാരിയർ യൂസ് ഫോർ ദി മോഡുലേഷൻ യൂസ് ചെയ്യുന്ന ട്രയാങ്കുലർ കാരിയറിന് 4 വോൾട്ട് ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. റെഫറൻസ് സൈൻ വേവ് യൂസ് ചെയ്തതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 വോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. അതിന്റെ ഫണ്ടമെന്റൽ കോമ്പണന്റ് ഓഫ് ലോഡ് കറന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഹാവിംഗ് ദ റെഫറൻസ് സൈൻ വേവ്, ഇതാണ് റെഫറൻസ് സൈൻ വേവ് എന്ന് എടുക്കാം. ഓക്കെ, റെഫറൻസ് സൈൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര തന്നിരിക്കുന്നത്, triangular carrier for use for modulation, reference sine wave has an amplitude of 3 volts. Okay, 3 volts has an amplitude of 3 volts. Then we are having a triangular carrier used for the modulation. Modulation of triangular carrier നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഷിഫ്റ്റ് ഫ്രം -4 വോൾട്ട് ടു -4 വോൾട്ട് ടു +4 വോൾട്ട് ആണ്. അപ്പൊ അത് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് നോക്കിയാൽ ഇറ്റ് വിൽ ബി ഷിഫ്റ്റിംഗ് ലൈക്ക് ദിസ്. -4 നിന്ന് +4 ഇങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ ഇങ്ങനെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ഒരു ഏകദേശം ഇത് വരച്ചാൽ മതി. സോ ഹിയർ ഐ എം ഹാവിംഗ് മൈ കാരിയർ വേവ്, ട്രയാങ്കുലർ കാരിയർ സിഗ്നലും ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്കുള്ള എന്താ, ഇതിനോട് വി റെഫറൻസ് സിഗ്നലും ഉണ്ട്. കാരിയർ സിഗ്നലും ഉണ്ട്. ഇതെങ്ങനെ പൾസ് വിഡ്ത്ത് ആക്കുന്നത്, ഇതിൽ നിന്ന് മോഡുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴാണോ ഈ വി റെഫറൻസ് when V reference is greater than V carrier ആകുമ്പോൾ, ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് will be plus VDC ആയിരിക്കും. V reference less than V carrier ആകുമ്പോൾ, V reference is less than V carrier ആകുമ്പോൾ ഔട്ട്പുട്ട് is equal to -VDC ആയിരിക്കും, -VDC. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ V reference എന്ന് പറയുന്നത് ഈ സൈൻ വേവ് ആണ് അല്ലേ. ഹിയർ V reference എന്ന് പറയുന്നത് ഈ ഗ്രീനിൽ കാണിച്ചിട്ടുള്ള സൈൻ വേവ് ആണ്. അപ്പോൾ സൈൻ വേവിന്റെ V റെഫറൻസിന്റെ വാല്യൂ കരിയർ വേവിനെക്കാട്ടിലും കൂടുതലാകുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുക, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി, ഈ ഒരു പാർട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു പാർട്ട് നോക്കൂ, V reference is ഗ്രേറ്റർ ദാൻ ദി കരിയർ സിഗ്നൽ ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്തായിരിക്കും കിട്ടുക, നമ്മുടെ PWM എന്ന് പറയുന്നത് +VDC ആയിരിക്കും. അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി +VDC. അതിന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പില്
വി റെഫറൻസ് എന്ന് പറയുന്നത് വി സിയെ കാട്ടിലും കരിയറിനെ കാട്ടിലും കുറവാണ് അല്ലെ. കുറവാകുമ്പോൾ വി വിൽ ഗെറ്റ് അവർ ഔട്ട്പുട്ട് ആസ് മൈനസ് വി ഡി സി ആയിരിക്കും. ദിസ് വിൽ ബി മൈനസ് വി ഡി സി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഒരു യൂണിപോളാർ സൈനുസോയ്ഡൽ പി ഡബ്ല്യു എമ്മിന്റെ കേസിൽ നമ്മൾ മോഡുലേഷൻ ചെയ്യുമ്പോൾ ഒരു ഏകദേശ ഐഡിയ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഗിവൺ ഡീറ്റെയിൽസ് നോക്കാം. ഗിവൺ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ്. ഡി സി ലിങ്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഡി സി ലിങ്ക് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി ഡി സി ഈസ് ഈക്വൽ ടു 100 വോൾട്ട് ആണ്. റെഫറൻസ് സൈൻ വേവ് വി റെഫറൻസിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മാക്സിമം വി റെഫറൻസിന്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര ഈസ് ഈക്വൽ ടു 3 വോൾട്ട് ആണ്. ദെൻ വി കാരിയറിന്റെ മാക്സിമം എന്ന് പറയുന്നത് എത്ര ഈസ് ഈക്വൽ ടു 4 വോൾട്ട് ആൻഡ് സ്വിച്ചിങ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 5 കിലോഹെർട്സ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഫണ്ടമെന്റൽ കോമ്പോണന്റ് എന്നാണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഫണ്ടമെന്റൽ കോമ്പോണന്റ് എപ്പോഴും നമ്മുടെ ഈ മോഡുലേഷൻ ഇൻഡെക്സ് ഉണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് അപ്പോൾ ഒരു യൂണിപോളാർ സൈനുസോയ്ഡൽ പി ഡബ്ല്യു എം വെച്ചിട്ട് നമ്മൾ മോഡുലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ഫണ്ടമെന്റൽ കോമ്പോണന്റിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഫണ്ടമെന്റൽ കോമ്പോണന്റ് എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻടു വി ഡി സി ആയിരിക്കും. ഇൻപുട്ട് ഡി സി ലിങ്ക് വോൾട്ടേജിന്റെ കൂടെ നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫണ്ടമെന്റൽ കോമ്പോണന്റ് ഓഫ് ദ വോൾട്ടേജ് നമുക്ക് കിട്ടും. സോ V01 എന്ന് പറയുന്നത് എന്താ? മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ റെഫറൻസ് മാക്സിമം റെഫറൻസ് വോൾട്ടേജിന്റെ മാക്സിമം ബൈ കാരിയർ വോൾട്ടേജിന്റെ മാക്സിമം ആയിരിക്കും. അപ്പൊ ഇവിടെ റെഫറൻസ് എന്ന് പറയുന്നത് ഈസ് എ സൈൻ വേവ് ആണ്. സോ വി ആർ ഹാവിംഗ് റെഫറൻസ് സൈൻ വേവ് എന്ന് പറയുന്നത് എത്ര വരുന്നത്? ഇറ്റ്സ് 3 ആയിരിക്കും വരുന്നത്. സോ 3/4 ആയിരിക്കും. സോ V01 എന്ന് പറയുന്നത് 3/4 into VDC ആയിരിക്കും. ഇവിടെ ഈ V reference by VC max എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. സോ V01 ഫണ്ടമെന്റൽ കോമ്പോണന്റ് ഓഫ് ദി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു മോഡുലേഷൻ ഇൻഡെക്സ് ഇൻടു VDC ആയിരിക്കും. ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. V reference by VC max is equal to 3/4. ഇവിടെ എഴുതാം സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. സോ V01 is equal to 3/4 into I am having DC link voltage as 100 ആണ്. അപ്പോൾ 100 into 0.75 ആയിരിക്കും കിട്ടുന്നത്. Our answer will be 0.75 into 'ഇവിടെ മോഡുലേഷൻ ഇൻഡെക്സ് ഇൻടു into 100 ആണ്. So our answer will be 70.75 into 100 ആണ്. is equal to 75 ampere ആയിരിക്കും നമുക്ക് കിട്ടും. So what is the amplitude of the fundamental component of the load current will be equal to 75 amperes. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരിക്കുന്നത് 7.5 ആംപിയേഴ്സ് ആണ്. ചെറിയ ഒരു യൂണിറ്റിൽ എന്തെങ്കിലും വരുന്ന വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവും. ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാം. ഓക്കെ, ഫോർ എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ഫീഡിംഗ് and RL load with R is equal to 2 ohm, L is equal to 4 millihenry and frequency is equal to 1 kilohertz. Duty ratio is equal to 60% and VDC equal to 48 volt. DC load current is. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ബക്ക് കൺവേർട്ടറിൽ വരുന്നത് അല്ലെ. സോ ഇറ്റ്സ് എ ബക്ക് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. അതിന് RL ലോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. R is equal to 2 ohm എന്ന് തന്നിട്ടുണ്ട്. L is equal to 4 millihenry എന്ന് തന്നിട്ടുണ്ട്. Frequency is equal to 1 kilohertz എന്ന് തന്നിട്ടുണ്ട്. Duty ratio D is equal to 60%
ആൻഡ് VDC എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു 48 വോൾട്ട് ആണ്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് DC ലോഡ് കറണ്ട്. അപ്പൊ DC ലോഡ് കറണ്ട് കാണുന്നതിന് മുമ്പ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് DC എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് DC എന്ന് പറയുന്നത് ഡ്യൂട്ടി റേഷ്യോ ഇൻടു ഇൻപുട്ട് DC വോൾട്ടേജ് ആയിരിക്കും. ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന VSDC ആയിരിക്കും, ഇൻപുട്ട് DC വോൾട്ടേജ് ആണ്. ഇവിടെ ഡ്യൂട്ടി റേഷ്യോ 60% എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 0.6 into 48 ആയിരിക്കും. 0.6 into 48 എത്ര നമുക്ക് വരുന്നത്? ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ 28.8 വോൾട്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ DC സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ടിൽ നമ്മൾ 48 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടിയത്? ആവറേജ് 28.8. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ബക്ക് കൺവേർട്ടർ എന്ന് നമുക്ക് അതിനെ പറയാം, ബക്ക്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് DC ലോഡ് കറണ്ട് ആണ്. സോ I0 DC യൂഷ്വൽ നമുക്ക് ഫോർമുല ഉണ്ട്. എന്തായിരിക്കും? DC കറണ്ട് എന്ന് പറയുന്നത് it will be equal to output voltage DC ഉണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് DC ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ R. ഇപ്പൊ DC ഇതായതുകൊണ്ട് ഇൻഡക്റ്റൻസിലുള്ള ഇത് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. നമുക്ക് ഈ ഒരു കേസിൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഔട്ട്പുട്ട് DC വോൾട്ടേജ് ചോദിച്ചതുകൊണ്ട് ഇറ്റ്സ് R മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് DC ബൈ R വിച്ച് ഈസ് ഈക്വൽ ടു 28.8 ബൈ ഇവിടെ R എത്രയാണ്? 2 ആണ് വരുന്നത്. സോ ദി ആൻസർ വിൽ ബി ഈക്വൽ ടു 14.4 ആംപിയേഴ്സ് ആയിരിക്കും. 14.4 ആംപിയേഴ്സ്. Option B. A sinusoidal signal with amplitude 20 millivolt is applied to the input of an inverting amplifier based on an operational amplifier. The feedback resistance is 250 kilo ohm and the input side resistance is 10 kilo ohm. The slew rate of the operational amplifier is 0.5 volt per microsecond. What is the maximum frequency of the input signal with the given amplitude that may be used without output distortion? ഒരു സൈനസോയ്ഡൽ സിഗ്നലിന്റെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 20 മില്ലി വോൾട്ട് എന്ന്. അത് എങ്ങോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഓപ്പ് ആമ്പ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ട്. ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 250 കിലോ ഓം ആണ്. ഇൻപുട്ട് സൈഡ് റെസിസ്റ്റൻസ് 10 കിലോ ഓം തന്നിട്ടുണ്ട്. സ്ലീവ് റേറ്റ് ഓഫ് ദി ഓപ്പറേഷണൽ ആംപ്ലിഫയർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇൻപുട്ട് സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസി ആണ് ഈ തന്നിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡില്. ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാക്കാനും പാടില്ല. ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ ഇല്ലാതെയുള്ള ഇൻപുട്ട് സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് is greater than is equal to is dV0 by dt ആണ്. dV0 by dt, dV0 റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് അല്ലെ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആണ്. അപ്പൊ ഇൻപുട്ട് സിഗ്നലിന്റെ പീക്ക് വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ എത്രയാണ്? 20 മില്ലി വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF എന്ന് പറയുന്നത് 250 കിലോ ഓം ആണെന്ന് തന്നിട്ടുണ്ട്. RI എന്ന് പറയുന്നത് 10 കിലോ ഓം ആണെന്ന് തന്നിട്ടുണ്ട്. സ്ലീവ് റേറ്റ് ഈസ് ഈക്വൽ ടു 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. The slew rate is greater than or equal to rate of change of voltage ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് ആ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം അല്ലെ. സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് is equal to V0 വോൾട്ടേജ് ഔട്ട്പുട്ട് പീക്ക് ഇൻറ്റു dt എന്നുള്ളത് അതായത് ടൈമിന്റെ ടേംസിലാണ്. അപ്പൊ അത് ഫ്രീക്വൻസി ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി മാക്സിമം ആയിരിക്കും. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസിയുടെ മാക്സിമം ആയിട്ട് എഴുതാം. കാരണം നമുക്ക് ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് നോക്കൂ, റേഡിയൻസിലാണ് തന്നിരിക്കുന്നത്. ഹിയർ ഇൻ അവർ ഓപ്ഷൻസ് ആർ ഗിവൺ ഇൻ റേഡിയൻസ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ കൺസിഡർ ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് V0 മാക്സിമം എന്താണെന്ന് കണ്ടുപിടിക്കണം. V0 മാക്സിമം എന്ന് പറയുന്നത് എന്താ? ഗെയിൻ ഉണ്ട് അല്ലെ. നമ്മുടെ ഗെയിൻ ഓഫ് ദി ഓപ്പറേഷൻ ആംപ്ലിഫയർ ഇൻറ്റു
വി ഇൻ പീക്ക് ആണ്, പീക്ക് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി ഗെയിൻ ഓഫ് ദി ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്നാൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ ആർ എ വി ഈസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ ഐ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 250 ബൈ ആർ ഐ എന്ന് പറയുന്നത് 10 ആയിരിക്കും. 2 കിലോ ഓമിൽ തന്നെ ആയതുകൊണ്ട് വി വിൽ ഗെറ്റ് ദ ഗെയിൻ ഈസ് ഈക്വൽ ടു മൈനസ് 25 ആയിരിക്കും നമ്മുടെ ഗെയിൻ, മൈനസ് 25. സോ അവിടെ വി സീറോ മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് 25 ഇൻറ്റു വി ഇൻപുട്ട് പീക്ക്. ഇൻപുട്ട് പീക്ക് എത്രയാണ്? 20 മില്ലി വോൾട്ട് ആയിരുന്നു. So this is our first part, and this is our second part, and this is our third part. Minus 25 into 20 millivolt. So output voltage ഞാൻ ഏകദേശം minus 0.5 volt എന്ന് എഴുതുകയാണ്. Output voltage is equal to minus 0.5 volt. ഇനി നമുക്ക് ഒമേഗ മാക്സിനെ എങ്ങനെ എഴുതാം? വീണ്ടും ഞാൻ പാർട്ട് 1 വരികയാണ്. So I am having output voltage peak എത്ര കിട്ടിയത്? It's equal to 0.5. 0.5 volt. 0.5 volt into omega max എങ്ങനെ എഴുതാം? It is equal to 2 pi into f max എന്ന് എഴുതാം. അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? എഫ് മാക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഹെർട്സ് ആയിരിക്കും വരിക. നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ റേഡിയൻസിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഈ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ സഫിഷ്യന്റ് ആണ്. സോ സ്ലീവ് റേറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ മാക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ മാക്സ് റേഡിയൻസിലുള്ള ഒമേഗ മാക്സ് ഈസ് ഈക്വൽ ടു സ്ലീവ് റേറ്റ് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പീക്ക് ആയിരിക്കും. സോ നമുക്ക് സ്ലീവ് റേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? എത്ര? ഇറ്റ്സ് 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഇപ്പൊ കിട്ടിയത് ഈസ് ഈക്വൽ ടു 0.5 വോൾട്ട് ആണ്. സോ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് 0.5 into 10⁶ വോൾട്ട് പെർ സെക്കൻഡ് ബൈ 0.5 into വോൾട്ട് ആയിരിക്കും വരിക. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് the frequency in radian per second as 10⁶ radian per second. 10⁶ radian per second ആയിരിക്കും നമ്മുടെ ഉത്തരം. The answer is option A. The circuit shown shows an amplifier with an input voltage തന്നിട്ടുണ്ട് 0.02 volt and the output voltage V0 ആണെന്ന് തന്നിട്ടുണ്ട്. Okay. Find the output voltage of the amplifier എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, ഇതിന്റെ 3 പാർട്ടായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം അല്ലെ? ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ വി ആർ ഹാവിംഗ് ആൻ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഒരു നോൺ ഇൻവേർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് ആയിട്ട് കണക്കുകൂട്ടാം. രണ്ടാമത്തെ കേസിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഒരു ഇൻവേർട്ടിംഗ് ടെർമിനൽ ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ നമുക്കൊരു വോൾട്ടേജ് ഫോളോവർ ഒരു വോൾട്ടേജ് ബഫർ ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാം. ഇവിടെ വരുന്നത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട് ആണ്. കാരണം ആ ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇനി ഔട്ട്പുട്ട് സൈഡില് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ജസ്റ്റ് ലുക്കിംഗ് ഒരു ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് ഇൻപുട്ട് വരുന്ന പോലെ ആയതുകൊണ്ട് അതൊരു ഇൻവേർട്ടിംഗ് ഒരു സമ്മിങ് ആംപ്ലിഫയർ പോലെയുള്ള ഒരു സർക്യൂട്ട് ആണ് ഇവിടെ കാണുന്നത്, സമ്മിങ് ആംപ്ലിഫയർ. അതിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നോക്കൂ, അത് ഗ്രൗണ്ട് 0 ആണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ വി പ്ലസ് ഈസ് ഈക്വൽ ടു ഗ്രൗണ്ടഡ് ആണ്. ഗ്രൗണ്ടഡ് ഈസ് ഈക്വൽ ടു ഗ്രൗണ്ടഡ്. സോ വി പ്ലസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ ഈ തേർഡ് പാർട്ട് ഉണ്ടല്ലോ, ഈ തേർഡ് പാർട്ടില് ഇതിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഹൈ ഗെയിനും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇവിടെ കാണുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള വോൾട്ടേജും ഇൻവേർട്ടിംഗ് ടെർമിനലിലുള്ള വോൾട്ടേജും വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പാർട്ട് 3 ഇനി ഓരോ ഭാഗമായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് വരാം. ദിസ് ഈസ് എ പാർട്ട് 1, ദിസ് ഈസ് പാർട്ട് 2 ആൻഡ് ദിസ് ഈസ് പാർട്ട് 3. ഓക്കെ, പാർട്ട് 1ന്റെ കേസ് നോക്കൂ. പാർട്ട് 1ല് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. അപ്പൊ അതിന്റെ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് പാർട്ട് 1 ഈസ് ഈക്വൽ ടു എന്താണ്? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഒരു നോൺ ഇൻവേർട്ടിംഗ് ടൈപ്പ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താ? 1 പ്ലസ് RF ബൈ RI ആണ്. ഫീഡ്ബാക്ക് റെസിസ്റ്ററും RI എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റർ ആണ്.
VI. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 പ്ലസ് RF, ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഇവിടെ ഇതിന്റെ കേസിൽ ഏതാ? 200 ആണ്, 200K ആണ്, ബൈ RI എന്ന് പറയുന്നത് എത്ര? ഇറ്റ്സ് ഈക്വൽ ടു 20 ആണ്, 20K ആണ്, 20K ദി ഹോൾ ഇൻറ്റു VI എത്രയാ? VI ഈസ് ഈക്വൽ ടു ഇൻറ്റു 0.02 ആണ്. സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ V01 പാർട്ട് 1ന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.22 വോൾട്ട് ആയിരിക്കും പാർട്ട് 1ന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. പാർട്ട് 1 ഔട്ട്പുട്ട് വോൾട്ടേജ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.22 വോൾട്ട് ആണ്. ഇനി പാർട്ട് 2 ഞാൻ ഇവിടെ ഉണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ബഫർ ആണ്. വോൾട്ടേജ് ബഫർ എന്ന് പറയുമ്പോൾ അതിന്റെ കേസിൽ നോക്കൂ, അതിന്റെ V മൈനസ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഔട്ട്പുട്ടും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ കേസിൽ V ഇൻപുട്ട് ഈസ് ഈക്വൽ ടു V ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും വോൾട്ടേജ് ബഫറിന്റെ കേസിൽ. ഇപ്പൊ V ഇൻപുട്ടിൽ എത്രയാണ് അവിടെ വരുന്നത്? 0.02 ആണ് വരുന്നത് അല്ലെ. സോ 0.02 ദി ഔട്ട്പുട്ട് വിൽ ബി ഓൾസോ 0.02 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇൻ എഫക്ട് പാർട്ട് 3 നമ്മൾ എടുക്കുമ്പോൾ പാർട്ട് 3യുടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പാർട്ട് 1ന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0.22 വോൾട്ടും അതിന്റെ 5 കിലോ ഓമിലൂടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് പാർട്ട് 2ന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0.02 വോൾട്ടും ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഓൾറെഡി നമുക്ക് അറിയാം പാർട്ട് 3യില് അതിന്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഇൻവേർട്ടിംഗ് ടെർമിനലിലും ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് പറയാം. 0 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് 0 ആണെന്ന് വിചാരിച്ചു. ഇത് V എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ദിസ് പോയിന്റ് ഈസ് V, ലെറ്റ് ദിസ് പോയിന്റ് ബി V. ദിസ് പോയിന്റ് ഈസ് V ആണെങ്കിൽ V is equal to 0. So by considering the point V, ഇവിടെ എഴുതാം 4. Consider V, consider node V. Node V consider ചെയ്തിട്ട് അവിടെ ഞാൻ KCL എടുക്കുകയാണ്. Okay, consider node V and I am applying the KCL rule there. So I am having 0.22 minus V by 10 kilo ohm plus 0.02 minus V by 5 kilo ohm is equal to V minus V0 by 50K ആണ്, 50K. ഇത് നമ്മൾ സോൾവ് ചെയ്യുക ബൈ പുട്ടിംഗ് V is equal to V0 ആണെന്ന് നമുക്കറിയാം അല്ലെ. V is equal to 0 എന്ന് ഇട്ടിട്ട് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ we will get V0 is equal to minus 1.3 volts. We will get V0 is equal to minus 1.3 volts. Our answer is option C.